സോ ഫ്രണ്ട്സ്, വെൽക്കം വൺസ് അഗെയിൻ. ഈ വീഡിയോ കൊണ്ട് ഉദ്ദേശിക്കുന്നത് സാധാരണയായി കേന്ദ്ര സർവീസുകളിൽ വരുന്ന സ്ഥിര വേക്കൻസിയെ പറ്റി പറയുക എന്നുള്ളതാണ്. കുറേ കോണ്ടാക്ട് വേക്കൻസികളൊക്കെ വരുന്നുണ്ടെങ്കിലും അതിനെപ്പറ്റി പറയുവാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല തൽക്കാലം. ഇപ്പോൾ നിലവിലുള്ള വേക്കൻസിയിൽ എൻ്റെ ശ്രദ്ധയിൽ വരുന്നത് CISFന്റെ വേക്കൻസിയാണ്. CISFൽ കോൺസ്റ്റബിളിൻ്റെ വേക്കൻസി വന്നിട്ടുണ്ട്. ITBPയിലുമൊക്കെ ഉണ്ടെങ്കിലും നമ്മുടെ കുട്ടികൾ പോകാനുള്ള സാധ്യത കുറവായിരിക്കുന്നു. പക്ഷെ CISFൽ നമ്മൾക്ക് എപ്പോഴും ശ്രമിക്കാവുന്ന ഒന്നാണ്. 1130 സംതിങ് വേക്കൻസി വന്നിട്ടുണ്ട്. ഇതിനകത്ത് 37 വേക്കൻസീസ് കേരളത്തിൽ തന്നെയാണ് വന്നിരിക്കുന്നത്. 12th ക്ലാസ് പാസ് വിത്ത് സയൻസ് ആസ് എ സബ്ജക്റ്റാണ്. സയൻസ് സബ്ജക്റ്റിൽ എടുത്ത 12ാം ക്ലാസ് പാസ്സായ കുട്ടികൾക്കാണ് അപ്ലൈ ചെയ്യാൻ പറ്റുന്നത്. യുവർ ഏജ് ഷുഡ് ബി ബിറ്റ്വീൻ 18 to 23. 18 വയസ്സിനും 23 വയസ്സിനും മധ്യപ്രായമുള്ള 12ാം ക്ലാസ് പാസ്സായ കുട്ടികൾക്കാണ് ഇതിന് അപ്ലൈ ചെയ്യാൻ പറ്റുന്നത്. ഇതിൻ്റെയും ആപ്ലിക്കേഷൻ ഓൺലൈൻ ആപ്ലിക്കേഷനാണ്. ഇപ്പോൾ സാധാരണ വരുന്ന മുഴുവൻ എക്സാമിനേഷനും ആപ്ലിക്കേഷൻ ഓൺലൈനാണ്. അതെങ്ങനെ ഓൺലൈൻ ചെയ്യണം എന്ന് ചോദിച്ചാൽ ആ ഡിപ്പാർട്ട്മെൻറ്റ് സൈറ്റിൽ നിങ്ങളൊന്ന് കയറി നോക്കിയാൽ മതി. CISFൻ്റെ സൈറ്റിൽ കയറി കഴിയുമ്പോൾ ഹൗ ടു അപ്ലൈ എന്നുള്ള ഒരു ചാനൽ നിങ്ങൾക്ക് കാണും. അത് പെട്ടെന്ന് നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാകാവുന്നതേ ഉള്ളൂ. അത് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഈ എക്സാമിനേഷൻ്റെ ഇതിൻ്റെ ഈ വേക്കൻസിയുടെ പ്രത്യേകത എന്ന് പറയുന്നത് റിട്ടേൺ ടെസ്റ്റിന് മുമ്പ് കുറച്ച് ക്വാളിഫയിങ് ടെസ്റ്റുകൾ നടക്കുന്നുണ്ട്. അതായത് ഒന്നാമത് ഒരു ഫിസിക്കൽ എഫിഷ്യൻസി ടെസ്റ്റ് നടത്തും. അത് കഴിഞ്ഞ് ഫിസിക്കൽ സ്റ്റാൻഡേർഡ് ടെസ്റ്റ് നടത്തും. അതിനുശേഷം നമ്മുടെ ഡോക്യുമെൻ്റ് വെരിഫിക്കേഷൻ നടത്തും. പറയുന്ന ലൊക്കേഷനിൽ വെച്ചായിരിക്കും. ഇത് മൂന്നും ക്ലിയർ ചെയ്യുന്നവർക്കാണ് റിട്ടേൺ എക്സാമിനേഷൻ നടത്തുന്നത്. റിട്ടേൺ എക്സാമിനേഷൻ കമ്പ്യൂട്ടർ ബേസ്ഡ് ആണ്. റിട്ടേൺ എക്സാമിനേഷൻ 2 മണിക്കൂറത്തേക്കാണ്. 100 ക്വസ്റ്റ്യൻസ് വരുന്നു. സാധാരണ മറ്റ് എക്സാമിനേഷനിൽ വരുന്നത് പോലെയുള്ള സ്പ്ലിറ്റപ്പാണ്. അതായത് ജനറൽ ഇൻ്റലിജൻസ് ആൻഡ് റീസണിങ്ങിൽ നിന്നും 25 ക്വസ്റ്റ്യൻസ് ഉണ്ടാകും. ജനറൽ നോളജ് ആൻഡ് അവയർനെസ്സിൽ നിന്നും ഒരു 25 ക്വസ്റ്റ്യൻസ് ഉണ്ടാകും. മാത്തമാറ്റിക്സിൽ നിന്നും 25 ക്വസ്റ്റ്യൻസ് ഉണ്ടാകും. ഇംഗ്ലീഷിൽ നിന്നും 25 ക്വസ്റ്റ്യൻസ് ഉണ്ടാകും. ഈ സാധാരണ ഇതിൻ്റെ ക്വസ്റ്റ്യൻ സ്റ്റാൻഡേർഡ് എന്ന് പറയുന്നത് നിങ്ങൾ 12ാം ക്ലാസ് പഠിച്ചവർക്ക് 12ാം ക്ലാസ് ഉള്ള സ്റ്റാൻഡേർഡ് ആയിരിക്കും. സാധാരണ ഈ എക്സാമിനേഷൻ്റെ സ്റ്റാൻഡേർഡ് നിർണ്ണയിക്കപ്പെടുന്നത് മിനിമം എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷനാണ് എക്സാമിനേഷൻ്റെ ഒരു സ്റ്റാൻഡേർഡ് നിർണ്ണയിക്കപ്പെടുന്നത്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ 12ാം ക്ലാസ് പാസ്സായ കുട്ടികൾക്ക് ആ സ്റ്റാൻഡേർഡുള്ള ക്വസ്റ്റ്യൻ മാത്രമേ വരാറുള്ളൂ. അപ്പോൾ ഇനിയും കൂടുതൽ പോലീസ് ഫോഴ്സിലേക്ക് സീമാവിലേക്കുള്ള സെലക്ഷന് അടുത്ത 2 ആഴ്ചയ്ക്കകം വരുമെന്ന് പ്രതീക്ഷിക്കപ്പെടുകയാണ്. എനിക്ക് ഈ സമയത്ത് മറ്റ് ഒരു കാര്യം കൂടി പറയാനുള്ളത്, നമ്മൾ ഈ എക്സാമിനേഷൻ കോമ്പറ്റേറ്റീവ് എക്സാമിനേഷന് തയ്യാറാകുന്നവർ ഒരു ജനറൽ അപ്രോച്ചോടുകൂടി സ്ഥിരമായി പഠിച്ചു തന്നെ പോകണം. വല്ല ആഴ്ചയിലൊക്കെ വേക്കൻസി വരുന്ന സമയത്ത് നിങ്ങൾ അപ്ലൈ ചെയ്തുകൊണ്ടിരിക്കണം. ഒരു പർട്ടിക്കുലർ എക്സാമിനേഷനെ ടാർഗറ്റ് ചെയ്തല്ല പോകുന്നത്. രണ്ടാമത്തത്, ഈ ചാനൽ കേൾക്കുന്നവരോട് പറയുവാനുള്ളത്, ഒരു പക്ഷേ ഇതൊക്കെ നിങ്ങൾക്ക് ആപ്ലിക്കബിൾ അല്ലെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കളുടെ മക്കൾക്കോ ഇതൊരു ആപ്ലിക്കബിൾ ആവാം. പലപ്പോഴും നമ്മുടെ കുഞ്ഞുങ്ങൾ അപ്ലൈ ചെയ്യാത്തത് അവർക്കിതിനെപ്പറ്റി അറിവില്ലായ്മ കൊണ്ടാണ്. സാധാരണ സെൻട്രൽ ഗവൺമെൻറ്റിലെ ഇപ്പോഴത്തെ ശമ്പള നിരക്കുകൾ ഏത് പോസ്റ്റായാലും 30,000-ൽ കൂടുതലുള്ള ശമ്പളമുണ്ട് എന്നുള്ളൊരു സംശയം വേണ്ട. അപ്പോൾ അതുകൊണ്ട് നമ്മുടെ കുട്ടികൾക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. ഇവരെല്ലാവരും സെൻട്രൽ ഗവൺമെൻറ് അപ്ലൈ ചെയ്യണമെന്നും എല്ലാവർക്കും അവിടെ ജോലി ലഭിക്കണമെന്നും എന്നുള്ളതല്ല. പക്ഷെ അവിടെയും ശ്രമിക്കാവുന്ന ഒരു ഏരിയ ഉണ്ടെന്നുള്ളത് നമ്മുടെ കുഞ്ഞുങ്ങൾ മനസ്സിലാക്കണം. ഈ എക്സാമിനേഷനിൽ ഒന്നും ഇൻ്റർവ്യൂ ഇല്ല എന്നുള്ളത് മനസ്സിലാക്കണം. ഈ എക്സാമിനേഷൻ റിട്ടേൺ എക്സാമിനേഷൻ മാത്രമാണെന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കണം. അപ്പോൾ മിടുക്കരായി പഠിക്കുന്നവർക്ക് കിട്ടാവുന്ന ജോലിയാണെന്നുള്ളതിനോടൊപ്പം ഏതാണ്ട് 60 വയസ്സ് വരെ ഒരു സേഫ് ആൻഡ് സെക്യൂർഡ് എൻവയോൺമെൻറ്റിൽ ജോലി ചെയ്യാൻ പറ്റും എന്നുള്ളത് കൊണ്ടാണ് ഈ ജോലിയെപ്പറ്റി പരിചയപ്പെടുത്താൻ ശ്രമിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഈ ന്യൂസ് എത്തിക്കുക. എല്ലാ ആഴ്ചയും ഇതുപോലുള്ള വേക്കൻസിയെ പറ്റിയുള്ള ന്യൂസുമായിട്ട് വീണ്ടും നിങ്ങളുടെ അടുത്ത് വരണമെന്ന് ആഗ്രഹമുണ്ട്. അതുകൊണ്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു വെരി മച്ച്.